തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുകയാണ്. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ പല കോണുകൾ കഴിഞ്ഞ ദിവസങ്ങളായി ചർച്ച ചെയ്തപ്പോൾ ഇന്നലെയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് 233 പേജുകളിൽ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷണറും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും നൽകാമെന്ന് പറഞ്ഞ 233 പേജുകളിൽ 10 ഖണ്ഡികകൾ കാണാനില്ല. അത് അത്ഭുതകരമല്ലേ? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തരാമെന്ന് പറഞ്ഞ 10 ഖണ്ഡികകൾ ഈ സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുന്നു, അഥവാ വെട്ടിയിരിക്കുന്നു. വിവരാവകാശ നിയമത്തെ അട്ടിമറിച്ചിരിക്കുന്നു എന്നർത്ഥം. അതിൽ ഞങ്ങൾ കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിലൊരു പേജിൽ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത്. ഏത് പവർ ഗ്രൂപ്പ്? ഒരു മന്ത്രിയുടെ സാന്നിധ്യമുണ്ടെന്നതടക്കം ഇതുവരെ വിവാദമായിരിക്കുന്ന പവർ ഗ്രൂപ്പ്. ആ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മൊഴികളുടെ സൂചനകളാവാം 97 മുതൽ 107 വരെയുള്ളത്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ: വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകേണ്ട വിവരം സർക്കാർ ഇടപെട്ട് അട്ടിമറിക്കുകയാണോ? പവർ ഗ്രൂപ്പിന് വഴങ്ങിയിട്ടുണ്ടോ? അത് ഗുരുതരമായ ഒരു ചട്ടലംഘനവും നിയമലംഘനവുമല്ലേ? യഥാർത്ഥത്തിൽ വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു കാര്യം ചോദിച്ചാൽ അവർക്ക് മറുപടി കൊടുത്തേ മതിയാവും. അതിന് 30 days ആണ് വെച്ചിട്ടുള്ളത്. ആ 30 ദിവസത്തിനുള്ളിൽ അവർക്ക് വിവരം കൊടുക്കണം. ഇപ്പൊ ഗവൺമെന്റിന്റെ കയ്യിൽ കുറെ കാലമായി വർഷങ്ങളായി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റിന്റെ വിവരം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു കാരണവശാലും അത് തരാതിരിക്കാൻ പറ്റില്ല. ഇത് വെട്ടിയിട്ട് തന്നിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആരാണെന്ന് നോക്കിയാൽ അദ്ദേഹത്തിനെതിരായി പിഴ ഈടാക്കുന്നതിന് വേണ്ടിയുള്ള നിബന്ധനയും വിവരാവകാശ നിയമത്തിനകത്തുണ്ട്. അപ്പൊ വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു പൗരനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ ഒരു പൗരാവകാശ ലംഘനം തന്നെയായിട്ട് വരും. പൗരാവകാശ ലംഘനവും ഇതുപോലെ തന്നെ വളരെ കുറ്റകരമായ കാര്യമാണ്. അതുകൊണ്ട് ഒന്ന്, വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കണം. 2, അത് പൗരാവകാശ ധ്വംസനമുണ്ടോ എന്നതിനെ കുറിച്ച് പരിശോധിക്കണം. അരുൺ, എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. നമ്മളുടെ IPCയുടെ പുതിയ നിബന്ധനയനുസരിച്ച് ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള പീഡന കേസോ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള അപമാനിക്കുന്നതോ ആയിട്ടുള്ള അവരുടെ ഡിഗ്നിറ്റിയെ ചീത്തയാക്കുന്ന വിധത്തിലുള്ള ഒരു പരാതി ഗവൺമെന്റിന്റെ കയ്യിൽ വന്നാൽ വിത്തിൻ 24 hours അത് കൺസേൺഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർക്ക് കൊടുത്തിരിക്കണം എന്നാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെയൊരു പരാതി വന്ന് 24 മണിക്കൂറിനുള്ളിൽ കേസെടുത്തില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിയായി ആ കേസിനകത്ത് വരും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ IPCയുടെ നിബന്ധനയനുസരിച്ച് വരുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന 3-4 ലംഘനങ്ങളുണ്ട്. ഒന്ന്, വിവരാവകാശ ലംഘനം അനുസരിച്ച് ഉള്ള പൗരാവകാശ ധ്വംസനം. 2, വിവരാവകാശം അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ഡോക്യുമെന്റ് പൂഴ്ത്തിവെക്കുക. 3, നേരത്തെ തന്നെ കൈവശം കിട്ടിയിട്ടും ആ വിവരം റിവീൽ ചെയ്യാതിരിക്കുക. അങ്ങനെ വരുന്ന ഉദ്യോഗസ്ഥനെതിരായി പ്രതിയാക്കി കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ അധികാരമുണ്ട്. ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ, ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതി കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തൊരു കമ്മിറ്റിയാണ്. അതിന്റെ ആദ്യത്തെ ബാധ്യത ഗവൺമെന്റിന് തന്നെയാണ്. ആ ബാധ്യത നിറവേറ്റിക്കൊണ്ടല്ലേ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു കമ്മിറ്റി, നിയമിച്ച ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി ഗവൺമെന്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതിന്റെ പുറത്ത് ഗവൺമെന്റ് ഒരു നടപടിയും എടുക്കാതെ പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്ന തെറ്റ്, അങ്ങനെ തെറ്റുകളുടെയും യഥാർത്ഥത്തിലുള്ള നിയമവിരുദ്ധതയുടെയും ഒരു പരമ്പരയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങൾ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞാൻ ഒന്നുകൂടി അതിനകത്തൊരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള 233 പേജുകളിൽ ആ 233 പേജിൽ ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളും സംസ്ഥാന സർക്കാർ ഇരയുടെ സ്വകാര്യതയെ കരുതി ഒഴിവാക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളും ഒഴിവാക്കി സംസ്ഥാനത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈ 233 പേജുകൾ ഇന്ന ഭാഗങ്ങൾ ഒഴിവാക്കി ഇന്ന ഭാഗങ്ങൾ നൽകുന്നുവെന്ന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതിന്മേൽ ഏതെങ്കിലും വകുപ്പിലെ ഉദ്യോഗസ്ഥനോ മന്ത്രിക്കോ ഒരു ഇടപെടൽ നടത്തി ബാക്കി ഭാഗങ്ങൾ ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊടുത്ത ഉത്തരവിന് വിരുദ്ധമായി നീക്കം ചെയ്യാൻ കഴിയുമോ? അങ്ങനെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയല്ലേ? ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണ്ടേ? ആ ഉദ്യോഗസ്ഥൻ ഈ പവർ ഗ്രൂപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാവില്ലേ? ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ അത് കഴിയുമോ? ഞാനിത് തന്നെയാണ് അരുൺ പറഞ്ഞത്.
നമ്മളുടെ നാട്ടിലുള്ള നിയമം അനുസരിച്ച് ഒരു കാരണവശാലും അത് ചെയ്യാൻ പറ്റുകയില്ല. മാത്രമല്ല ഇനി ഇവര് ഭയപ്പെടുന്നത് പോലെ കോടതിയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇൻ ക്യാമറ ട്രയൽ ഉണ്ട്. അത് അവർക്ക് പുറത്തറിയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് കോടതി നോക്കിക്കൊള്ളും. കോടതി നോക്കേണ്ട കാര്യങ്ങൾ ഇവരെന്തിനാ ഒരു സിവിൽ സർവീസ് നോക്കുന്നത്? അവർ നോക്കേണ്ട കാര്യമില്ല. അത് കോടതിയുടെ അവകാശമാണ്. എന്തെങ്കിലും ഇവിടെ ഇൻ ക്യാമറ ട്രയൽ വേണം എന്ന് കണ്ടാൽ അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അധികാരം കോടതിക്കാണുള്ളത്. ഇപ്പൊ കോടതിയുടെ അധികാരം എടുത്തിരിക്കുകയാണ്. ഭരണഘടനയിലെ പ്രൊഫഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറഞ്ഞതുപോലെ. അത് പല ലംഘനങ്ങളുടെ തുടർച്ചയാണ് എന്നാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.